താരസംഘടനയായ AMMയുടെ വാർഷിക ജനറൽ ബോഡി യോഗം ഇന്ന് കൊച്ചിയിൽ ചേരുമെന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. നമുക്കറിയാം, സിനിമാ മേഖലയിൽ നിൽക്കുന്ന പ്രശ്നങ്ങൾ, ഈ താരസംഘടന കേന്ദ്രീകരിച്ച് നിൽക്കുന്ന വിഷയങ്ങൾ, അവരുടെ ഭരണസമിതി മൊത്തത്തിൽ രാജിവെച്ച് പോവുകയും പിന്നീട് അഡ്ഹോക് കമ്മിറ്റി ചുമതലയേൽക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. ഒരുപക്ഷേ മോഹൻലാൽ തന്നെ സംഘടനാ പ്രസിഡന്റായി തുടരാനാണ് സാധ്യത എന്നിപ്പോൾ കേൾക്കുന്നു. തെരഞ്ഞെടുപ്പ് നടത്താതെ നിലവിലുള്ള അഡ്ഹോക് കമ്മിറ്റി അംഗങ്ങളെ തന്നെ പുതിയ ഭാരവാഹികളായി നിയമിച്ചേക്കുമെന്നും സൂചനകൾ വരുന്നുണ്ട്. നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. അർച്ചന നമ്മളോടൊപ്പം ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. അർച്ചന, മോഹൻലാൽ തന്നെ താരസംഘടന AMMയുടെ പ്രസിഡന്റായി തുടരാനുള്ള സാധ്യതകളാണോ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്? ഒരു തെരഞ്ഞെടുപ്പ് വേണ്ട, പകരം അഡ്ഹോക് കമ്മിറ്റിയിൽ നിന്ന് തന്നെയുള്ള അംഗങ്ങളെ ഭരണസമിതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാം എന്ന തീരുമാനത്തിലേക്കാണോ ഇപ്പോൾ എത്തി നിൽക്കുന്നത്? മനോ, തീർച്ചയായും അങ്ങനെ ഒരു സൂചന തന്നെയാണ് ഇതുവരെ നമുക്ക് ലഭിച്ചത്. കാരണം ഇത്തരത്തിൽ ഈ ഭരണസമിതി തന്നെ തുടരാനുള്ളൊരു സാധ്യത തന്നെയാണ്. കാരണം മത്സര രംഗത്തേക്ക് കടക്കുകയാണെങ്കിൽ അത്തരമൊരു നീക്കം ഉണ്ടായാൽ മോഹൻലാൽ മത്സരിച്ചേക്കില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴുള്ള അഡ്ഹോക് കമ്മിറ്റി തന്നെ തുടരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായും രണ്ട് പേരാണ് രാജിവെച്ച് പോയത്. ഒന്ന് ജനറൽ സെക്രട്ടറിയായ സിദ്ദിഖും മറ്റൊന്ന് ട്രഷററായ ഉണ്ണി മുകുന്ദനുമാണ്. ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ബാബുരാജ് വരാനാണ് സാധ്യത. അതേസമയം തന്നെ ട്രഷറർ സ്ഥാനത്തേക്ക് പുതിയൊരു താരം എന്തായാലും ഉണ്ടാകും. എന്തായാലും 10 മണിക്കാണ് അമ്മ ജനറൽ ബോഡി യോഗം ഇന്ന് ചേർന്നത്. 31ാമത്തെ വാർഷികത്തോടനുബന്ധിച്ചാണ് ഇത്തരത്തിലുള്ള യോഗം ചേർന്നത്. നമുക്കറിയാം, ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം, അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം വലിയ വിവാദങ്ങളെല്ലാം തന്നെ ഉണ്ടായതാണ്. അതിനുശേഷമാണ് ഇത്തരത്തിൽ സിദ്ദിഖ്, ജനറൽ സെക്രട്ടറിയായ സിദ്ദിഖ് അടക്കം രാജിവെച്ച് പോവുകയും ആ ഭരണസമിതി ഒന്നടങ്കം പിരിച്ചുവിടുകയും ചെയ്തത്. തുടർന്ന് 10 മാസമായി ഈ അഡ്ഹോക് കമ്മിറ്റിയാണ് ഈ ഭരണസമിതിയുമായി മുന്നോട്ട് പോകുന്നത്. അതിനിടെ പല വിവാദങ്ങളുണ്ടായി. എന്തായാലും ഇന്ന് പ്രധാനമായും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മോഹൻലാൽ തന്നെ ഉണ്ടാകുമെന്ന ഒരു സൂചന തന്നെയാണ് ഇതുവരെ ലഭിക്കുന്നത്. നിലവിലുള്ള ഭരണസമിതി തന്നെ തുടരും. അതിൽ പ്രധാനമായും ഈ രണ്ട് പേര്, അതായത് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കും ഒപ്പം ട്രഷറർ സ്ഥാനത്തേക്ക് മാത്രമായിരിക്കും ഇത്തരത്തിൽ സ്ഥാനമാറ്റം ഉണ്ടാകുക. അതിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ബാബുരാജ് വരാനുള്ള ഒരു സാധ്യത തന്നെയാണ്. ഉണ്ണി മുകുന്ദന് പകരക്കാരനായി ആര് വരുമെന്നതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. യുവതാരങ്ങളുടെ അടക്കം പേരുകളുണ്ട്. എന്തായാലും ഉണ്ണി മുകുന്ദൻ തന്നെ രാജിവെച്ചതാണ്. അത്തരത്തിൽ താൻ ഇനി ഇല്ല, മത്സരിക്കാനുമില്ല, ഈ രംഗത്തേക്കുമില്ല എന്ന് പറഞ്ഞ് ഉണ്ണി മുകുന്ദൻ പിന്മാറുകയായിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ പുതിയൊരാളെ തേടി അമ്മ യോഗം ചേരുകയും ചെയ്തത്. എന്തായാലും കഴിഞ്ഞ മെയ് 31-ന് ഇതുമായി ബന്ധപ്പെട്ട അഡ്ഹോക് കമ്മിറ്റി യോഗം ചേർന്നു. അതിൽ പ്രധാനമായും എല്ലാ താരങ്ങളും ഒരുമിച്ച് പറഞ്ഞത് മോഹൻലാൽ ഈ സ്ഥാനത്ത് തന്നെ ഉണ്ടാകണം, അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ട എന്നൊരു തീരുമാനമാണ് ആ യോഗത്തിലടക്കം കൈക്കൊണ്ടിരുന്നത്. എന്തായാലും ഇന്ന് ഏറ്റവും പ്രധാനമായും എന്തൊക്കെ തീരുമാനങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുക എന്നാണ് അറിയേണ്ടത്. എന്തായാലും മോഹൻലാൽ തന്നെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തുടരും എന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. എന്തായാലും 10 മണിക്കാണ് കൊച്ചിയിൽ യോഗം തുടങ്ങുക. പല താരങ്ങളടക്കം ഈ യോഗത്തിന് എത്തിച്ചേരും. മാത്രമല്ല, ഈ ലഹരിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെല്ലാം തന്നെ സിനിമാ മേഖലയെ വലിയ പ്രതിസന്ധിയിലാക്കിയതാണ്. ഇതെല്ലാം തന്നെ യോഗത്തിൽ ചർച്ചയാക്കും. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അടക്കം നോട്ടീസ് നൽകുന്ന ഒരു സാഹചര്യമല്ല, ഈ നിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതെല്ലാം തന്നെ പരിഗണിക്കും. അത്തരത്തിൽ നിരവധിയായ താരങ്ങൾക്കെതിരെ, അമ്മ ഈ സംഘടനയിലുള്ള താരങ്ങൾക്കെതിരെ പരാതി വന്നൊരു പശ്ചാത്തലം കൂടിയുണ്ട്. ഇതെല്ലാം തന്നെ യോഗത്തിൽ ചർച്ചയാകും. അത്തരം എന്തൊക്കെയാണ് ഇനി മുന്നോട്ട് സിനിമയും സിനിമാ മേഖലയെയും മുന്നോട്ട് നയിക്കേണ്ട കാര്യങ്ങൾ എന്നത് സംബന്ധിച്ച കാര്യങ്ങളെല്ലാം തന്നെ ഈ യോഗത്തിൽ തീരുമാനമുണ്ടാകും. അതേസമയം തന്നെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മോഹൻലാൽ തന്നെ തുടരാനുള്ളൊരു സാധ്യത തന്നെയാണ് ഇതുവരെ ഉള്ളത്. ശരി, അർച്ചന വിവരങ്ങൾ നൽകിയത്. ഏതായാലും ഇന്ന് AMMയുടെ തെരഞ്ഞെടുപ്പാണ്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മോഹൻലാൽ തന്നെ തുടരാനാണ് സാധ്യത എന്ന് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയും. തെരഞ്ഞെടുപ്പല്ല, ആ രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് ഒഴിവാക്കിക്കൊണ്ട് ഈ അഡ്ഹോക് കമ്മിറ്റിയിൽ തന്നെയുള്ള ആളുകളെ ഭരണസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവന്നുള്ള ഒരു നീക്കുപോക്കിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. നോക്കാം എന്തായാലും സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന്. ജനറൽ ബോഡി യോഗം ഇന്ന് ചേരുകയും ചെയ്യും.